ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബൈജി ഡോൾഫിഷ് അഥവാ മാഹി മാഹി മത്സ്യങ്ങളെ പറ്റിയാണ്. മാഹി മാഹി മത്സ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കോറിഫേന ഹൈപ്പറസ് എന്നാണ്. ഈ മത്സ്യങ്ങളെ കൂടുതലായി കാണപ്പെടുന്നത് ട്രോപ്പിക്, സബ് ട്രോപ്പിക് മേഖലകളിലാണ്. മാഹി മാഹി മത്സ്യങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. ഈ മത്സ്യങ്ങളുടെ ചെറുപ്പം മുതൽ വെള്ളമുള്ള പരിസരങ്ങളിൽ ആൽഗകൾ, വാൾപ്പുകൾ എന്നിവയുള്ളിടത്ത് ജീവിക്കാനായി തിരഞ്ഞെടുക്കുന്നു. ഈ മത്സ്യങ്ങളുടെ വളർച്ച വേഗത്തിലാണ് നടക്കുന്നത്. ഒരു പെൺമത്സ്യം ഒരു സീസണിൽ 80,000 മുതൽ 10 ലക്ഷം വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഏകദേശം 4-5 മാസം കഴിഞ്ഞ് യഥാർത്ഥമായി വളരുകയും പ്രജനനത്തിന് എത്തുകയും ചെയ്യാറുണ്ട്. ഈ മത്സ്യങ്ങളുടെ പ്രധാന ഭക്ഷണം പ്ലാങ്ക്ടൺ, ചെറിയ മത്സ്യങ്ങൾ, ക്രസ്റ്റേഷ്യൻ എന്നിവയാണ്. ഈ മത്സ്യങ്ങൾ ഉദയം മുതൽ രാവിലെ വരെയും ശക്തമായി ഭക്ഷണം കഴിക്കുന്നവരാണ്. ഫ്ലോട്ടിംഗ് ആൽഗകൾ നിറഞ്ഞ പ്രദേശങ്ങൾ സമീപം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ കൂട്ടർ. സാധാരണയായി മാഹി മാഹി മീനുകൾ 5 വർഷത്തോളം ജീവിക്കുമെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫിഷിംഗ് പ്രഷറും പ്രൊഡക്ഷനും പ്രശ്നങ്ങളായതിനാൽ 4 വർഷം വരെ അവ ജീവിക്കാറുള്ളൂ. വൈവിധ്യമാർന്ന വേഗത്തിൽ വളർന്ന് ചെറുപ്പത്തിൽ തന്നെ പ്രജനനത്തിന് എത്തുന്ന മീനാണ് ഇത്. ഇവയുടെ ജീവിതകാലം ചെറിയതാണെങ്കിലും അതിൻ്റെ വളർച്ചയും പ്രകടനവും വളരെ മികച്ചതാണ്. ഏറ്റവും കൂടുതലായുള്ള പഠനങ്ങൾ പ്രകാരം ഫ്ലോറിഡ പ്രദേശങ്ങളിൽ ഇവയുടെ പരമാവധി ആയുസ് 4 വർഷം വരെ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ എല്ലാ മാഹി മാഹി മത്സ്യങ്ങളും അത്രയും കാലം ജീവിച്ചിരിക്കാറില്ല. 98% കണക്കിൽ മീനുകൾ 2 വർഷത്തിനകം മരണപ്പെടുന്നുണ്ടെന്ന് പഠനം പറയുന്നു. വലിയ മത്സ്യബന്ധന പ്രവൃത്തികൾ, ജലക്ഷയം, തണുത്ത ജലം, അഭയം കുറവ് തുടങ്ങിയവ ഇവയുടെ ജനസംഖ്യയ്ക്കും കുറവ് വരുത്തുന്നുണ്ട്. യുവ മത്സ്യങ്ങൾക്ക് ചുറ്റുപാടായ ചേരുവ വസ്തുക്കൾ ഏറെ ആവശ്യമാണ്. അത് ഇല്ലാതാകുന്നതും വളർച്ചയിലും ജനനത്തിലും പ്രശ്നം സൃഷ്ടിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.